ഇടിയോട് കൂടിയ മഴ പെയ്തു തന്നൊരു അനുഭവമായിരുന്നു. ആഹാ, ഇപ്പോൾ കുട്ടി ചിരിക്കുന്നുണ്ടല്ലോ. ഈ ചിരിക്ക് കുറച്ച് മിനിറ്റുകൾ മുമ്പിലൊന്നും നമുക്ക് കണ്ടല്ലോ മുടിയിൽ ചെറിയൊരു പരീക്ഷണം നടത്തി പെട്ടിരിക്കുക കുഞ്ഞുമോള്. ഇവർക്കൊക്കെ വിത്തിൻ സെക്കൻഡ്സ് മതി. നമ്മളൊന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചേക്കുക ഈ കുരുന്നുകൾ. ഇതിപ്പോൾ നമ്മുടെ കോമ്പെടുത്ത് മുടി കേളി ചെയ്യാൻ നോക്കിയതാ. ഇപ്പം എങ്ങനെ ഇരിക്കണം? അതാ കോമ്പതാ മുടിയിൽ ലോക്കായി. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാമെന്നാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ഒരു വെറൈറ്റി തലപ്പാവ് പോലെ ഉണ്ടല്ലേ. ഇതാണ് ഇപ്പോഴത്തെ പാഷൻ മാഷേ. വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യതിചരിക്കുന്നു. ഈ കൂന്തൽ കുരുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എൻ്റെ ടെൻഷൻ മുടി കട്ട് ചെയ്യേണ്ടി വരുന്ന. മുടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ മുഖം എനിക്ക് കാണാനേ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ച് ഞാൻ വീഡിയോ കോളിൽ കുറേ വിദഗ്ധരുടെ അഭിപ്രായം സ്വീകരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ അതിൽ നിന്നുള്ളൊരു ഐഡിയ ആണ് കോമ്പ് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കോമ്പ് കട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് ട്രൈ ആയിരുന്നു ഇത്. ഒന്ന് ബെൻഡ് ചെയ്ത് നോക്കി, ഭയങ്കര ശക്തിയായതുകൊണ്ട് പൊട്ടിയില്ല. അപ്പം നെക്സ്റ്റ് ട്രൈ നമ്മൾ ഒരു കത്തി എടുത്തൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര പേടിയോട് കൂടിയായിരുന്നു കട്ട് ചെയ്തത്. കാരണം നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു. കുട്ടി ഒരു നിമിഷം ഒന്ന് തല അങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ തലയിൽ മുറിവ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പതുക്കെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തു കട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തപ്പോൾ അത് കട്ടായി. ശേഷമാണ് അറിയുന്നത് നന്നായിട്ട് മുടി കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് കോമ്പിൻ്റെ പീസസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഈ കുടുക്ക് അഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ സാവധാനം മുടി പൊട്ടാത്ത വിധത്തിൽ ഓരോ ഇഴയായി കോമ്പിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം മുടി ഒന്നായിട്ട് കെട്ടുകൂടി കിടക്കാണ്. അങ്ങനെ സാവധാനം, ക്ഷമ ഇച്ചിരി അധികം വേണം, സാവധാനം മുടിയൊക്കെ അഴിച്ചെടുത്തു. ചെറുതായി 1-2 മുടിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാവും, സ്വാഭാവികമാണല്ലോ. എന്നാലും വലിയ രീതിയിലുള്ള മുടിക്ക് വലിയ കേടുപാടൊന്നും പറ്റാത്ത രീതിയിൽ കെട്ടൊക്കെ അഴിച്ചു റെഡിയാക്കിയെടുത്തു. അപ്പോഴായിരുന്നു ഒരു സമാധാനമായത്. അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കേണ്ട അവസ്ഥയായിരുന്നു. നന്നായിട്ട് മുടി കുടുങ്ങി കിടക്കണ്ടായിരുന്നു. ഇതിൻ്റെ അറ്റം ഏതാണ്, പിന്നെ തുടക്കം എവിടെയാണെന്നുള്ളൊരു മനസ്സിലാവാത്ത അവസ്ഥയായിരുന്നു. അത്രയും നന്നായിട്ട് കുടുങ്ങി കിടക്കാൻ. ഇപ്പോൾ സാവധാനം ഓരോന്നും അഴിച്ചെടുത്തു, കോമ്പ് റിമൂവ് ചെയ്തെടുത്തു. അപ്പോഴായിരുന്നു ഒരു സമാധാനമായത്. കോമ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുടി ഒന്നായിട്ട് കെട്ട് കൂടി കിടക്കണം. അങ്ങനെ കെട്ടൊക്കെ മെല്ലെ മുടി പൊട്ടാത്ത രീതിയിൽ അഴിച്ചെടുത്തു. എന്തായാലും സാധനം കയ്യിൽ കിട്ടിയല്ലോ, അതന്നെ വലിയ ഭാഗ്യം. ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നൊരു ഇപ്പോഴായിരുന്നു ഒരു ആശ്വാസമായത്. ബാക്കി സാവധാനം മുടിയൊക്കെ കെട്ടൊക്കെ പോക്കി നന്നായിട്ട് ചീകിയെടുത്തു. എന്താ അല്ലേ പിള്ളേർ എന്ത് പണിയാണ് എപ്പോഴാണ് തരികയെന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. കണ്ണ് 2 കണ്ണും അവരുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ണൊന്ന് ചിമ്മി അടക്കുന്ന സമയം മതി, തുറക്കുന്ന സമയം മതി അവരെന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ. അപ്പോൾ ബി കെയർഫുൾ.